വൺ ബി മാജിക്കിന്റെ 2226 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫീലിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് ട്രെയിനർ ആൻഡ് സക്സസ് കോച്ചായ ഓസ്റ്റിൻ സാറാണ്. വെൽക്കം ഓസ്റ്റിൻ സർ. താങ്ക് യു സോ മച്ച്. ഒരു സെക്കൻഡ് എന്നെ കാണാവോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇമാജിനേഷൻ കണ്ടു. അതിൻ്റെ ഒരു നെക്സ്റ്റ് പ്രോസസ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു ഫീലിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പക്ഷേ നമ്മൾ അതിനൊന്നും ഒരു റിമൈൻഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ കുറച്ചൊക്കെ കൂടി ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ നെവിൽ ഗോഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അയാളെ കേട്ടിട്ടുണ്ടോ? നെവിൽ ഗോഡാഡ് ആരെങ്കിലും നെവിൽ ഗോഡാഡ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തെന്നില്ല, എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു. നെവിൽ ഗോഡാഡ് കേട്ടിട്ടുണ്ട്. ഓക്കെ. വരുന്നത്. ഓക്കെ. നെവിൽ ഗോഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്. അപ്പം ഇദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. നെവിൽ ഗോഡാഡിന്റെ ബുക്സ് ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ പുസ്തകമാണ്. ഞാനത് വായിക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്താ പറയാ, ടഫാണ് വായിക്കാൻ. ലാംഗ്വേജ് അത്ര സിമ്പിൾ ലാംഗ്വേജിലെ എഴുതിയാണ്, പക്ഷെ ചെറിയ ബുക്കാണ്. എപ്പോഴും അതൊരു കുഞ്ഞു ബുക്കായിരിക്കും. അത്ര വലിയ പുസ്തകങ്ങളൊന്നുമല്ല, വലിയ തിക്കായിട്ട് വലിച്ചു വാരി എഴുതില്ല. അയാൾ ഭയങ്കര പ്രിസൈസ്ഡ് ആയിട്ട് എഴുതുള്ളൂ. പക്ഷെ ആ എഴുതുന്നത് നമുക്ക് നോർമൽ ഇംഗ്ലീഷിനേക്കാളും കുറച്ച്, ഇംഗ്ലീഷൊക്കെ കറക്റ്റാണ്, നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്: മേക്ക് യുവർ ഫ്യൂച്ചർ ഡ്രീം എ പ്രസന്റ് ഫാക്ട് by assuming the feeling of the wish fulfilled. Make your future dream a present fact by assuming the feeling of the wish fulfilled. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഡ്രീമിനെ പ്രസന്റിൽ ഫീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഫീലിങ്സിന് ഇമ്പോർട്ടൻ്റ്. നമുക്കറിയാം, ഇമാജിനേഷൻ നമ്മുടെ ബ്രെയിനിലാണ് നടക്കുന്നത്. പക്ഷെ ആ ഇമാജിനേഷൻ ബ്രെയിനിൽ റിയൽ ആയിട്ട് നടന്ന നമ്മുടെ ശരീരത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ആത്മാവ് എവിടെ ഇരിക്കണെന്നൊരു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധ മനസ്സ് എവിടെ ഇരിക്കണമെന്ന് ഒരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കണേ? അയ്യോ, ആരൊന്നും പറയുന്നില്ല. ബ്രെയിൻ മനസ്സ് എവിടെ ഇരിക്കണേ? നമ്മുടെ അറിയില്ല. ചിന്തകളല്ലേ സാർ മനസ്സ്? ചിന്തകളിലാണ്. ഓക്കെ, വേറെ പോരട്ടെ. മനസ്സ് എവിടെ ഇരിക്കണേ? ബ്രെയിൻ ബ്രെയിനിൽ. ഓക്കെ. ബഷീർ സാർ നമ്മുടെ മനോഭാവം. ഏതാ? ശ്രീഷ്മ പറഞ്ഞോ. നമ്മുടെ മറ്റു കാര്യങ്ങളോടുള്ള മനോഭാവം. അല്ലല്ല, നമ്മുടെ ശരീരത്തിൽ മനസ്സ് എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല സാർ. നമ്മുടെ ചിന്തകളും മനോഭാവവും അടങ്ങുന്നതാണ് മനസ്സെന്നാണ് ഓക്കെ. വിശ്വസിക്കുന്നത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സ് എവിടെ ഇരിക്കണമെന്ന് അറിയാവുന്ന വല്ലവരുണ്ടോ? നെവർ മൈൻഡ്. ചില ആൾക്കാർ പറയും ഹൃദയത്തിലാന്ന് പറയും. ഇല്ലേ, നിനക്ക് ഹൃദയം ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാരുടെ മനസ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഇരിക്കുന്ന ഹൃദയത്തിലാന്നൊക്കെ പറയും. ചില ആൾക്കാർ ബ്രെയിനാന്ന് പറയും. പക്ഷെ ലേറ്റസ്റ്റ് അല്ല, ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ പഠനത്തിൽ പുള്ളി ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത സമയത്ത് ഈ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്തൊക്കെയോ റിയാക്ഷൻസ് വന്നെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആദ്യം പറഞ്ഞ് മനസ്സിരിക്കുന്നത് ബ്രെയിനിലാന്ന് പറഞ്ഞു. പിന്നീട് ആളുകളൊക്കെ അതിനെ കുറെ പേര് എതിർത്തു. പിന്നീട് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടി, ബ്രെയിനിലാണ് മനസ്സ് എന്നുള്ളതിനൊക്കെ ഉള്ളത്. പക്ഷെ ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് പുള്ളി തന്നെ തിരിച്ചു പറഞ്ഞു, അങ്ങനെയല്ല, ശരീരത്തിന്റെ ഓരോ അണുവിലും നമ്മുടെ മനസ്സുണ്ടെന്ന് പറയാം. ബ്രെയിൻ, നോട്ട് ഓൺലി ഇൻ ദ ബ്രെയിൻ, നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഓരോ ആറ്റത്തിലും ഓരോ കണികകളിലും നമ്മുടെ മനസ്സുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ. അപ്പൊ അത് പറയാനുള്ള ഒരു കാരണം, അന്ന് അത് കേട്ടപ്പോൾ എനിക്കും വലിയ കാര്യമായിട്ട് മനസ്സിലായില്ല.
പക്ഷെ ഇന്ന് മനസ്സിലാക്കുന്ന വെച്ചാൽ ഞാൻ ഈ ഒരു ചാപ്റ്ററിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യണം എന്ന് പറയും. ഫീൽ ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ ശരീരത്തിലാണ്. അപ്പൊ ശരീരത്തിൽ എവിടെയാണ് ഫീൽ ചെയ്യണത്? ബ്രെയിനിൽ മാത്രമല്ലല്ലോ. ഇപ്പം എല്ലായിടത്തും. എല്ലായിടത്തും. നമ്മളിപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ മുമ്പ് ചെയ്തോണ്ട് ഇപ്പൊ ചെയ്യിക്കുന്നില്ല. നമ്മൾ മാങ്ങയെ കുറിച്ച് സംസാരിക്കുന്നു. എന്താ പറയാ, നല്ല ഭംഗിയുള്ള മാങ്ങ, രാവിലെ എഴുന്നേറ്റു, കട്ട് ചെയ്തു, അതിനകത്ത് ഒരു മുളകിട്ടു, ചെറിയ ഉപ്പിട്ടൊക്കെ ഇട്ട് നമുക്ക് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എൻ്റെ വായിലും കേൾക്കുന്ന നിങ്ങളുടെ വായിലും അതിനെക്കുറിച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഫീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റുന്നവരുടെ ശരീരത്തിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും, വായിൽ വെള്ളം ഊറും. ഇപ്പൊ എൻ്റെ വായിൽ വെള്ളം വന്നു, നമ്മൾ കഴിച്ചിട്ടില്ല, മാങ്ങ കണ്ടില്ല, ജസ്റ്റ് മാങ്ങയെ കുറിച്ച് കേട്ട് നമ്മുടെ ഒരു തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോ എന്താ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റിയൽ ഏതാ ഇമാജിനേഷൻ ഏതാന്ന് ബ്രെയിനിന് ചിന്തിക്കാൻ പറ്റില്ല. ബ്രെയിനിൽ കിട്ടുന്ന സ്റ്റിമുലൻസ് അനുസരിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു മാങ്ങ തിന്നുമ്പോൾ കിട്ടുന്ന അതേ ഫീലിങ്സ് നിങ്ങൾക്ക് ഒരു മാങ്ങയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വായയിൽ സലൈൻ വാട്ടർ ഒക്കെ വരുന്നതിന്റെ ഒരു കാരണം നിങ്ങൾക്ക് ബ്രെയിൻ അറിഞ്ഞൂടാ നിങ്ങളിപ്പോ ശരിക്കും മാങ്ങ കഴിക്കുകയാണോ അതോ മാങ്ങ കണ്ടിട്ടാണോ അതോ മാങ്ങയെ കുറിച്ച് ചിന്തിച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. ഈ ഒരു സംഭവത്തെയാണ് ഫീലിങ്സിലൂടെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളെ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ ഇത് എത്ര പേർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആരും നമ്മളെ വില വെക്കില്ല. ഇവരുടെ ഇങ്ങനെ സ്ട്രഗിൾ. ഇപ്പൊ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവളുടെ വീട്ടിൽ വേറെ ഒരുത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി കസിനാണ്. അപ്പൊ ഇവര് ഡിവോഴ്സ്ഡ് ഒക്കെയാണ്. അപ്പൊ അവൾ എന്നോട് എന്നും പറഞ്ഞിരുന്നത് വെച്ചാൽ ഇവളാണ് പ്രശ്നം, ഇവളിവിടുന്ന് ഇവള് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. എന്നിട്ട് ഇവള് എങ്ങനെയെങ്കിലും ഇവളിവിടെ നിന്നാൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പതുക്കെ അവള് വേറെ ജോലിയൊക്കെ തപ്പിക്കൊടുത്ത് ഇവളെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കി ഇൻ ദ സെൻസ് അവള് ജോലിക്ക് വേണ്ടിയിട്ട് പോയി. വളരെ സ്നേഹത്തിലൊക്കെ തന്നെ പോയെ. അപ്പോഴാണ് ഇപ്പൊ ഇവൾക്ക് അടുത്ത പ്രശ്നം. കാര്യം അവളുടെ ഒരു കൂട്ടം അവളായിരുന്നു. ഇപ്പൊ ഇവൾക്ക് വീണ്ടും അടുത്ത പ്രശ്നം തുടങ്ങി. ഇനിയിപ്പോ രാത്രി ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കും? ഇതുവരെ ഇവൾ എന്ത് പ്രശ്നമാണെന്ന് പറയുമ്പോഴും, അതായത് അവള് വലിയ ഫിസിക്കലി പ്രശ്നം ഉണ്ടാക്കിയില്ല, പക്ഷെ ഇവളുടെ പാസ്റ്റിൽ കുറച്ച് ഒരു നെഗറ്റീവ് സംഭവം ഉള്ളതുകൊണ്ട് ആണ് ഇവള് ചിന്തിക്കുന്നത് ഇവൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് വേറെ ഇനി ചെക്കന്മാരുടെ കൂടെ പോവോ, അങ്ങനെയൊക്കെ. അങ്ങനെ ഓവർ തിങ്കിങ് ആണ്. അവസാനം ഈ പെണ്ണ് ഇന്നലെ പോവാണ്. പോയി കഴിഞ്ഞപ്പോഴാണ് അവളുടെ അടുത്ത പ്രശ്നം എന്നിട്ടാണ് അവൾക്ക് രാത്രിയിൽ കൂടെ നിൽക്കാൻ ആളില്ല. മുമ്പ് 1-2 തവണ തലകറങ്ങിയൊക്കെ വീണിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും, അവളെ ഹസ്ബൻഡ് മൈസൂരാണ്, മോൻ അയർലൻഡിലാണ്. അപ്പൊ അടുത്ത പ്രശ്നം തുടങ്ങി. ഇനി പിന്നെ മമ്മീനെ കൊണ്ടുവരണം, മമ്മീനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ പറ്റുമോ, പോവാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിത് എന്നും പറയാറുള്ളതാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹേർ. അവളല്ല നിന്റെ പ്രശ്നം, നമ്മളാണ് പ്രശ്നം. നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നത്? അപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ വരും, അവൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അപ്പൊ നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ നമ്മുടെ റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം എന്താ പറയാ, നമുക്ക് ഒരു വലിയ ബിസിനസ്സുകാരനാവണോ? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഇമാജിനേഷനിൽ നമ്മളൊരു ബിസിനസ്സുകാരനാവണതും ആ പൈസ കിട്ടുന്നതും ആ പൈസ നമ്മൾ എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റണം. ഇപ്പൊ നിങ്ങള് ചൂടുള്ള റൂമിലാണ് കിടന്നുറങ്ങുന്നത്, നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് ചൂട് കാലത്ത് ഒരു തണുപ്പുള്ള ശീതീകരിച്ച AC മുറിയിൽ കിടന്നുറങ്ങണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് AC മേടിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ AC കിടന്നുറങ്ങുന്ന ഫീല് നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ AC വാങ്ങാനുള്ളതും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങളുടെ വീടിനെ മോഡിഫൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇതില് ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു ക്രിയേറ്റീവ് സൈക്കിൾസിൽ ഇങ്ങനെയാണ്. ഒരു ക്രിയേറ്റീവ് സൈക്കിൾ വരുന്നത് എങ്ങനെയാണ്? ആദ്യം ഒരു ചിന്തയുണ്ടാവുന്നു. ആ ചിന്തയെ നമ്മൾ ഫീലിങ്സ് ആയിട്ട്, ചിന്ത ഇമാജിനേഷൻ ആയിരിക്കും, ഫീലിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ മാറും. ഞാൻ ഈ അടുത്ത് കുറച്ച് നാള് മുമ്പ് വായിച്ചൊരു പുസ്തകമാണ്. അപ്പൊ അതില് അവരതിനെ കുറച്ചും കൂടി എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോ ഒരു ചെയർ കണ്ടു. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരു ചെയർ ഉണ്ട്. അപ്പൊ ആ ചെയറിൽ നിങ്ങൾക്ക് ഇരിക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് നോക്കണം. അപ്പൊ നിങ്ങളുടെ കണ്ണിലേക്ക് ആ ഒരു എന്താ പറയാ പ്രകാശം നിങ്ങളുടെ കണ്ണിലൂടെ പതിക്കും. അത് നിങ്ങളുടെ റെറ്റിനയിൽ പോയിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അതായത് ചെയർ ഉണ്ടെന്നുള്ളത്. അവിടെ നിന്ന് കുറെ ചിന്തകൾ വരും. അങ്ങനെ ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾ പതിയെ നടന്ന് ആ കസേരയിൽ ഇരിക്കുന്നു.
അതായത് ആ ഒബ്ജക്റ്റ് ഫസ്റ്റ് നിങ്ങളുടെ കണ്ണുകളിലൂടെ റെറ്റിനയിൽ പതിച്ച് ബ്രെയിനിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്തേക്ക് എത്തിച്ചേരുന്നു. അതായത് പുറത്തുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഇവര് സയന്റിസ്റ്റുകളൊക്കെ പറഞ്ഞു വെച്ചാൽ ഇഫ് യു ക്യാൻ ആ ചെയർ എന്ന് പറയുന്ന ഒരു ഇമേജ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ടൈപ്പിൽ ഡിസൈനിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാല് ഇൻ വെരി ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ചെയർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ വാങ്ങാനോ അതിനുള്ള സാഹചര്യം ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഞങ്ങളുടെ സെയിൽസ് ടീമിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എത്ര പേര് അറിയൂന്ന് അറിഞ്ഞൂടാ, ഡോക്ടർ ഷൈജു മാരാർ എന്ന് പറഞ്ഞൊരു സെയിൽസ് ട്രെയിനർ ഉണ്ട്, ഷൈജു മാരാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ആയിരുന്നു ഞങ്ങളുടെ സെയിൽസ് സ്റ്റാഫിന് കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റോറി പറഞ്ഞു. വളരെ ദാരിദ്ര്യപരമായ അവസ്ഥകളിൽ നിന്ന് കടന്നു വന്നു, പിന്നെ ഗൾഫിൽ പോയി ബിസിനസ് ചെയ്തു, കാശുണ്ടാക്കി നാട്ടിൽ വന്നു. 2020 പുള്ളി ദുബായിൽ ഒരു ഓഫീസൊക്കെ തുടങ്ങി, അവിടെ വലിയ കാര്യമായിട്ടൊക്കെ തുടങ്ങി. ഏകദേശം ഒരു 1.5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൊറോണ വന്നത്. അപ്പൊ കൊറോണ സമയത്ത് നാട്ടിലെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനില്ല. അദ്ദേഹം ലോൺ എടുത്ത് നാട്ടിലെ സ്റ്റാഫിന് പൈസ കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് ആള് ജീവിച്ചിരുന്നത്. കാര്യം 10-20 സ്റ്റാഫ് ഉണ്ടായിരുന്നു തോന്നുന്നു നാട്ടില്. അപ്പൊ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സീറോ ആയി. 1.5 കോടി രൂപ. അതായത് പണ്ട് പല കമ്പനികളിലും സമ്പാദിച്ചിരുന്ന പൈസയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാണ്ടായി. അതായത് ബാങ്കിൽ ഉണ്ടാവില്ല, ചിലപ്പോൾ അസറ്റ് ആയിട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത്രയും സീറോ പൊസിഷനിലേക്ക് വന്നു. അതിനുശേഷം ഇന്ന് അയാള് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ട്രെയിനിങ്ങിന് വന്ന് BMW. അപ്പൊ അയാൾ പറഞ്ഞു വെച്ചാല് ഞാൻ ഇത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇമാജിനേഷനും അതുപോലെ തന്നെ അതിന്റെ ഫീലിങ്സും. പുള്ളി പറഞ്ഞ എനിക്ക് വണ്ടി പ്രാന്തുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ബ്ലാക്ക് കളറുള്ള BMW വേണമെന്നുള്ളത് പുള്ളി ഇന്റർനെറ്റിൽ നിന്ന് ഒരു ഫോട്ടോ കട്ട് ചെയ്തു. ആ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഇത് സത്യമാണെന്ന് പുള്ളിയുടെ കൂടെയുള്ള ഒരു മാനേജർ പയ്യനുണ്ട്. അവൻ ഈ പുള്ളിയുടെ കൂടെ ഫുൾ ടൈം ഉണ്ട്. അപ്പൊ അവൻ പറയാം "അത് ശരിയാണ് സാർ, അങ്ങനെയാണ് ചെയ്തത്." ഇവരെല്ലാം എന്ത് ചെയ്ത് ഈ BMW ഫോട്ടോ എടുത്തിട്ട് ഫ്ലാറ്റിലുള്ള എല്ലാ റൂമിലും ആ ഫോട്ടോ ഒട്ടിച്ചു വെക്കും. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും എപ്പോഴും കാണാനായിട്ട് ഈ BMW ഒരു ബ്ലാക്ക് കളർ. പുള്ളി സെക്കൻഡ് ഹാൻഡ് എടുത്തേന്ന് തോന്നുന്നു. എനിവേ ആ കളറിൽ എക്സാക്ട് ആ സൈസിലുള്ള ഒരു കാറിലാണ് പുള്ളി ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഇത് സംഭവിക്കുന്നു വെച്ചാല് പൈസ ഉണ്ടായി, ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള പൈസ പുള്ളി പണിയെടുത്തു, പൈസ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ തേടി നടക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ എന്താ പറയാ നമുക്ക് ആ ഒരു സക്സസ് പൊസിഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുള്ളൂ. അത് നമ്മൾ പോലും വിചാരിക്കാത്ത സിറ്റുവേഷനിലൂടെ നടന്നു വരും. ഇപ്പൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പൊ ഞാൻ മന്ത്ലി ഒരു ഇൻകം ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുവാണെങ്കിൽ ഞാൻ പറയും എനിക്ക് മന്ത്ലി ഇത്ര ഇൻകം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ മന്ത്സ് ഓർ 2 മന്ത്സിനുള്ളിൽ നമുക്ക് ആ രീതിയിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സറൗണ്ടിങ്സ് ഒക്കെ മാറി നമ്മുടെ ഇൻകം പെർസെൻറ്റേജും ഒക്കെ ആ രീതിയിലേക്ക് വളർന്നു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക, അതിനൊരു ഫീലിംഗ് ആയിട്ട് മാറ്റുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ, പിന്നെ ഇപ്പൊ ബഷീർ സാറിനൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു വലിയ ഒരു അവാർഡ്, സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ഒരു അവാർഡ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, കാര്യം സാമ്പത്തികമായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ സാറിന് ഉണ്ടാവില്ലായിരിക്കും. ഇനി കുറെ കോടികൾ കണക്കിന് രൂപ ഉണ്ടാക്കണം എന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ സമൂഹത്തിൽ നമ്മൾ ഇവിടുന്ന് മരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഒരു സിവിലിയൻ ബഹുമതിയോടുകൂടി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോ ഫീൽ ചെയ്യാൻ പറ്റണം നമ്മൾ ആ ഒരു വേദിയിൽ കയറി നിൽക്കുന്നു, അല്ലെങ്കിൽ മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ അവർ നമുക്ക് അവാർഡ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആ സമയത്ത് എല്ലാവരും കൈയടിക്കുന്നു, പിറ്റേ ദിവസത്തെ പത്രത്തിൽ നമ്മളെ കുറിച്ച് വാർത്ത വരുന്നു, ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്ന് നമുക്ക് നമ്മുടെ റൂമിലിരുന്ന് നമുക്ക് ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നു, ആ ഒരു പിക്ചേഴ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു, ആ സമയത്ത് ആ കയ്യടികൾ നമ്മുടെ ചെവിട്ടിൽ കേൾക്കാൻ പറ്റുന്നു. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇതിനൊരു കോൺട്രാക്ടറി ചിന്ത വരരുത്. കാര്യം വെച്ചാൽ ഇപ്പൊ പറയുന്നത് ഇതൊക്കെ ആര് നമുക്ക് തരാനാ, ഒന്നും കിട്ടാൻ പോകില്ല എന്നുള്ളൊരു കോൺട്രഡക്ടറി ചിന്ത ഇല്ലെങ്കിൽ, നമ്മളിത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും അത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം അവർ റിയാലിറ്റി. ഇപ്പൊ ഈ വാൻഡയർ എന്ന് പറഞ്ഞ ആളുടെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാല് അദ്ദേഹത്തിന് ലുക്കേമിയ സ്ഥിരീകരിച്ചു, ലുക്കേമിയ. പക്ഷെ പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആള് അത് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് എല്ലാ ദിവസവും ഇങ്ങനെ പറയും, ഇതെന്റെ കഴിഞ്ഞ കാലം എന്റെ മെന്റൽ ട്രോമയുടെ ഒരു സംഭവമാണ്. ഐ എം ഗെറ്റിംഗ് ഹീൽഡ്. അപ്പോ അദ്ദേഹം ചില ബോഡിനെ ഒരു എന്താ പറയുക ഒരു വാർ ഫൈറ്റ് മോഡിലേക്കൊന്നും വിടില്ല. അതുപോലെ ഇത് പറഞ്ഞ എന്റെ ബോഡിയുടെ നാച്ചുറൽ ഹീലിംഗ് റിഫ്ലക്ഷൻ ആണ്. എന്റെ പാസ്റ്റ് സൈക്കോളജിക്കൽ ട്രോമാസ് ഒക്കെ ഈ ഒരു തരത്തിൽ പുറത്തുനിന്ന് ഹീലായി പോവാണ്. അതായത് ഐ ആം കംപ്ലീറ്റ്ലി ഗോയിങ് ഇത്. അപ്പോ പുള്ളി ബോഡിക്ക് ഞാൻ പറഞ്ഞാൽ പുള്ളി മരുന്ന് കഴിച്ചു,
അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് എല്ലാം ക്ലിയർ ആയി, പക്ഷെ അദ്ദേഹം പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആയി വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുള്ളി തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. പുള്ളിക്ക് ഐസ് സ്കേറ്റിംഗ്, പുള്ളി ചെറുതായിരിക്കുന്ന സമയത്ത് പുള്ളി കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഐസ് സ്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും. അതിന്റെ ബാലൻസ്, പുള്ളിയുടെ മുട്ട് ചെറുതാ, നമ്മളറിയില്ലോ, ഒരു ഇങ്ങനെ ഐസ് സ്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെങ്കിലും സ്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് സ്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിന് സ്കേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഞാൻ പുള്ളിക്ക് അതുപോലെ തന്നെ അന്ന് കണ്ട അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം നമ്മള് ആ സംഭവം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ഫീലിംഗ് ഒക്കെ എന്താ പ്രശ്നം എന്ന് അറിയാം, നമ്മളെപ്പോഴും എന്ത് സിറ്റുവേഷൻ വന്നാലും നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് ഇത് റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് ഇവരൊക്കെ അത്ലറ്റ്സ് ഒക്കെ, റഷ്യൻ അത്ലറ്റ്സ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട്, US-ലുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ആ ഒരു വിന്നിങ് മൊമെന്റ് ഇവർ കാണും, അതങ്ങ് ഫീൽ ചെയ്യും. അതായത് ഇപ്പം ഒരു ഓട്ടക്കാരനാണെങ്കിൽ ആ ഓട്ടത്തിൽ അവൻ ഓടി ഫസ്റ്റ് എത്തുന്നു, അവന്റെ റെക്കോർഡ് അവിടെ വിളിച്ചു പറയുന്നു, അവൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവനെ ആളുകൾ ചെയ്യുന്നു, ഇതൊക്കെ നേരത്തെ തന്നെ അവൻ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് വൺസ് ആ ഒരു ഈവന്റ് സംഭവിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് വികാരം തോന്നൂല. ഇപ്പൊ എനിക്കും പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ മെന്റലി വർക്ക് ചെയ്ത് നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവില്ല. കാരണം ഈ സന്തോഷം നമ്മൾ ഓൾറെഡി അനുഭവിച്ചു, ഇറ്റ്സ് ഓൾറെഡി ബീൻ ഹാപ്പൺ ഇൻ അവർ ലൈഫ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെ തേടി വരികയും ചെയ്യും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം തോട്ട്സും ഇമാജിനേഷനും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തോട്ട്സ് ഫോംലെസ് ആണ്, ബൗണ്ട്ലെസ് ആണ്, നമ്മുടെ മൈൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഇൻ ദ ബോഡി, വിച്ച് ഇസ് വേർ ആക്ച്വലി ലീവ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ്. അപ്പം ചിന്തകളിലൂടെ വരുന്ന സാധനത്തിനെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ മെഡിറ്റേഷനൊക്കെ കേട്ടു, അപ്പൊ നമ്മൾ വീട്ടിലായിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നതിൽ അല്ലെങ്കിൽ ആ കേൾക്കുമ്പോൾ എത്ര പേർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്തിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെയൊക്കെ ലൈഫ് ഭയങ്കരമായിട്ട് മാറാൻ തുടങ്ങും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ എന്താണെന്ന് അറിയാം. ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മഞ്ഞുമലയുടെ ടിപ്പ് പോലെ 4-5% ഉള്ളപ്പോൾ നമ്മുടെ ലൈഫിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ഹാബിറ്റ്സിനൊക്കെ ഫോം ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പൊ ഈ ഉള്ളിലുള്ള സാധനത്തിനെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ഇതിങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, എൻ്റെ ലാപ്ടോപ്പിൽ വിൻഡോസ് ആണുള്ളത്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ എന്താണെന്ന് അറിഞ്ഞിടാ. ചിലപ്പോൾ ചിലർക്ക് ഐപാഡ് ഉണ്ടാവും, ഐഫോൺ ഉണ്ടാവും, ഐമാക് ഉണ്ടാവും. അപ്പം ചിലവരുടെ ഫോൺ, ഇപ്പോൾ കുറച്ച് പേരുടെ ഫോൺ ഐഫോൺ ആണെങ്കിൽ മറ്റുള്ളവരുടെ ഫോൺ ആൻഡ്രോയിഡ് ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഫോൺസിനൊക്കെ ഡിഫറൻസ് വരുന്നത്? ഇപ്പം ഈ വിൻഡോസ്, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡെല്ലിന്റെ കമ്പ്യൂട്ടറാണ്. ഈ ഡെല്ലിന്റെ ലാപ്ടോപ്പിൽ ഇപ്പൊ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വിൻഡോസ് വർക്ക് ചെയ്യുന്നു. ഇതേ സിസ്റ്റത്തിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാതെ എനിക്ക് ലിനക്സ് ലോഡ് ചെയ്യാം, ലിനക്സിന്റെ ഫങ്ഷൻസ് വർക്ക് ചെയ്യും. ഇനി ഇതന്നെ മാറ്റിയിട്ട് ഇപ്പൊ ലിനക്സ് മാറ്റിയിട്ട് ഇപ്പം സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഉബണ്ടു എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതിട്ടാലും വർക്ക് ചെയ്യും. പക്ഷെ ഇത് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെയും യൂസർ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങളൊക്കെ വ്യത്യസ്തമാണ്. വിൻഡോസ് ഉപയോഗിക്കുന്ന ഒരു ഈസിനെസ്സോ അതിന്റെ ഫീച്ചേഴ്സോ ലിനക്സിനോ ഉബണ്ടുവിനോ തരാൻ പറ്റൂല. അപ്പൊ ഉബണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം, അത് ആരും ഹാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം അത് ആരും ഉപയോഗിക്കൂല, സ്കൂളുകാരെ മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഹാർഡ്വെയർ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ശരീരമാകുന്ന അല്ലെങ്കിൽ ബ്രെയിൻ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഹാർഡ്വെയർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഹാർഡ്വെയർ മതി ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആളാവാനും, ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള ആളാവാനും, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാവാനും, ലോകത്തെ ഏറ്റവും മികച്ച സാഹിത്യകാരനാവാനും, ലോകത്തെ ഏറ്റവും മികച്ച വാഗ്മിയാവാനും, ലോകത്തെ ഏറ്റവും മികച്ച സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളാവാനും ഒക്കെ ഈ ഹാർഡ്വെയർ മതി. അതായത് നമ്മുടെ ശരീരവും നമ്മുടെ കണ്ണും നമ്മുടെ കൈയും കാലും ഒക്കെ ഉള്ള സാധനം മതി. പക്ഷെ ഇതിനെങ്ങനെയാണ് അത്രയും ലെവലിലേക്ക് ആക്കുന്നത്, അത്രയും ഹൈ പെർഫോമൻസ് ആക്കുന്നത്? ഇതിന്റെ പ്രോഗ്രാമാണ്, സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോലി. അതിന് എന്താണ്, നമ്മുടെ എന്താ വേണ്ടതെന്നുള്ള പ്രോഗ്രാം നമ്മുടെ തോട്ടിൽ കൊണ്ടുവരണം. അത് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്തിട്ട് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ
എന്താ പറ്റുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാംസ് മാറാൻ തുടങ്ങും. അപ്പം ഞാൻ ഞാൻ എപ്പോഴും പറയാറുള്ള വൈഫിന്റെ കാര്യമൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവളൊക്കെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വളരെ ഡൗൺ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ അവളോട് പറഞ്ഞു, ഒരു അഫർമേഷൻ ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇതിൽ ആർക്കും ഇത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല. പക്ഷെ വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ്, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാനും അവർ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ എൻ്റെ ഒരു സ്റ്റാഫ് തന്നെ, ഉം, ആ സ്റ്റാഫ് എപ്പോഴും വളരെ നെഗറ്റീവ് ആയിരുന്ന സമയത്താണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെയുള്ള നെഗറ്റീവുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ട്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് സ്ഥിരമായിട്ട് ഒരു മെൻസസിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, ബ്ലീഡിംഗ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു, ഹെൽത്ത് ഭയങ്കര പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഒക്കെ. അപ്പം ഞാൻ പതുക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ലൈക്ക് നമ്മുടെ തോട്ട്സ് മാറ്റണം, ചേഞ്ച് ചെയ്യണം. അപ്പം ഇവർക്കൊന്നും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിരന്തരമായി ഞാൻ പറഞ്ഞു 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 കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറയും, സാറ് പറയുമ്പോൾ അന്ന് ഞങ്ങൾക്ക് ഒട്ടും ഇതുണ്ടായില്ല. പക്ഷെ നൗ ഐ നോ ദാറ്റ്. ഇപ്പം ഞാൻ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. പുള്ളിക്കാരത്തി പറഞ്ഞ വെച്ചാൽ, പുള്ളിക്കാരത്തി അന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് നടക്കുന്നത്, സാറ്റർഡേ ട്രെയിനിങ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ റിസപ്ഷനിൽ ഡ്യൂട്ടിക്ക് കിട്ടും, HR ആണ്, പക്ഷെ റിസപ്ഷനിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആള് വിചാരിച്ചു, ഞാൻ ഇന്ന് റിസപ്ഷനിൽ ഇരിക്കുകയാണ്, ഈ റിസപ്ഷൻ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം, മിനിമം ഒരു 2-3 അഡ്മിഷൻസ് എങ്കിലും വരണം, അല്ലെങ്കിൽ ഒരു കുറച്ച് വാക്കിങ്സ് വേണം, റിസപ്ഷനിലുള്ള എനിക്ക് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടീസ് വേണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി ആ ഒരു തോട്ടിൽ, ആ ഒരു ഫീലിങ്സിൽ അവിടെ പോയിരുന്നു. പുള്ളിക്കാരത്തി എന്നോട് വളരെ സന്തോഷത്തിൽ പറഞ്ഞു, 10 വാക്കെങ്കിലും ഉണ്ടായിരുന്നു. അതിനകത്ത് 3 പേര് ഇവർ വരുന്ന പ്രതീക്ഷിച്ചവരാണ്, 7 പേര് വരും എന്ന് പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരികയും അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പം അവർ ആ ഒരു അലൈൻമെന്റിലേക്ക് മാറി. അപ്പൊ അവർ തന്നെ എപ്പോഴും എന്നോട് പറയും, ലൈക്ക്, ഞാൻ സാറേ ഇപ്പൊ ചീത്തയായ കാര്യങ്ങൾ ചിന്തിക്കാൻ ഭയങ്കര പാടാ, അത് ചിന്തിച്ചാൽ ഓരോരുത്തരണ വരും, നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് എന്തും നേടാൻ പറ്റും. എന്ത് പറ്റും, നമുക്കത് നമ്മളാണ് എന്നുള്ളൊരു സാധനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ബുക്ക് എഴുതുന്ന സമയത്താണെങ്കിൽ പോലും പുള്ളി ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതും, ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുന്നതും, ആളുകൾ അത് വായിക്കുന്നതും, അതിൽ നിന്ന് ആൾക്കാർ ഡിഫറൻസ് എടുക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം വെച്ചാല്, ഭാവിയിൽ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഇന്ന് അനുഭവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് മാറും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ്, ഞാൻ ഇതുപോലെ ദുബായ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ദുബായ് എന്ന് പറയുന്ന ഒരു ഫിലിമിൽ ദുബായ് കണ്ടപ്പോഴാണ് എൻ്റെ ഒരു ആഗ്രഹം വരുന്നത്, ദുബായ് പോകണമെന്ന്. മീൻസ് ഞാൻ ദുബായ് പോകണമെന്ന് മാത്രമല്ല, ട്രാവൽ ചെയ്യണം, ലോകത്തിന്റെ കേരളം അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളും കാണണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനിങ്ങനെ എല്ലാ ദിവസവും ദുബായ് പോകണതൊക്കെ കാണും. അങ്ങനെ കണ്ട് 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 ഒരു ദിവസം എനിക്കൊരു കോള് വരികയാണ്, ഓസ്റ്റിൻ, യു വുഡ് ലൈക്ക് ടു വർക്ക് ഇൻ ദുബായ്. അങ്ങനെ തന്നെ ചോദിച്ചു, ദുബായി പോകാൻ താല്പര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കം ഫോർ ആൻ ഇന്റർവ്യൂ. അപ്പോളോ ഡേയ്സിൽ സ്ഥിരമായ ഒരു ജോലിയിൽ എങ്ങും പോകണ്ടാത്ത ഒരു ജോലി നിൽക്കുന്നൊരു ഞാൻ വെറുതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു മുൻ പരിചയം പോലും, ഒരു വിദേശ ജോലിക്ക് പോയിട്ട് ഒരു ഇന്റർവ്യൂ പരിചയം പോലും ഇല്ലാത്ത എന്നെ, വിദേശത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ, ഞാൻ പറഞ്ഞ പൈസയ്ക്ക് അവരെന്നെ അപ്പോയിന്റ് ചെയ്ത് ഞാൻ ദുബായി പോകുന്നു. പിന്നീട് അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ, ഈ സ്കൂളിലൊക്കെ, സ്കൂൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഹൈവേയിൽ വന്നിട്ട് വേണം ബസ് കയറാനായിട്ട്. അപ്പൊ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ATS എന്ന് പറഞ്ഞ വണ്ടി പോകും, അതായത് അപ്പോളോ ഡൈസ് എന്നാണ്. അപ്പൊ എൻ്റെ ഒരു അങ്കിൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ വണ്ടി പോകുമ്പോൾ ഒക്കെ ചിന്തിക്കും, ഓ, ഇവിടെ ഒരു ജോലി കിട്ടിയെങ്കിൽ എന്ത് രസമായിരുന്നു. നമുക്ക് അറിഞ്ഞൂടാ, അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ജോലി കിട്ടുന്നോ, അവിടെ ജോലി കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നോ, എങ്ങനെ ആര് റെക്കമെൻഡ് ചെയ്ത് അവിടെ ജോലി കിട്ടുന്നു ഒന്നും അറിഞ്ഞൂടാ. അവിടെ കിട്ടാൻ പാടാന്ന് അറിയാം, ആർക്കും അങ്ങനെ ജോലി കിട്ടുന്ന സ്ഥലമില്ല എന്നറിയാം. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ, അന്ന് നമുക്ക് പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടോ, ഞാൻ നെവിൽ ഗോഡാർഡിന്റെയോ അല്ലെങ്കിൽ മറ്റേ ജോസഫ് മർഫിയുടെ പുസ്തകമൊന്നും വായിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ അവിടെ ഇങ്ങനെ വണ്ടി പോണ സമയത്ത് വെറുതെ ഇങ്ങനെ വായുമ്പോൾ ചെന്നിട്ട്, ഓ, ഇവിടെയൊക്കെ ജോലി കിട്ടിയ എന്ത് രസമായിരിക്കും. നമ്മളിങ്ങനെ വെറുതെ കാണും അവിടെ ജോലി ചെയ്യുന്നതും, അവിടെ നല്ല ഫുഡ് കിട്ടുന്നതും, നമ്മൾ അങ്കിളൊക്കെ പറഞ്ഞറിയാം അവിടുത്തെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതും. ഓ, എന്ത് രസമായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്, ഞാൻ പറയില്ലേ, നമ്മുടെ സിറ്റുവേഷനെ മാറിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ അതുവരെ ടെക്നിക്കൽ ഹൈസ്കൂളായിട്ട് പഠിച്ചിരുന്ന സ്കൂളിനെ എന്താ പറയാ, അവർ പോളിടെക്നിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഞാനാണ് അവിടുത്തെ ലാസ്റ്റ് ബാച്ച്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാച്ച് 8 കഴിഞ്ഞ് ഞങ്ങൾ 9ലേക്ക് ജയിച്ചപ്പോൾ 8 നിർത്തി, 9 കഴിഞ്ഞ് 10ലേക്ക് ജയിച്ചപ്പോൾ 9 നിർത്തി, 10ൽ നിന്ന് ജയിച്ചപ്പോഴേക്കും 10 നിർത്തി. പിന്നെ ഉണ്ടായത് എന്നിട്ട് അവിടെ വന്ന 3 ട്രേഡിൽ ഒരെണ്ണം പോളിമർ ടെക്നോളജിയാണ്, അത് അപ്പോളോ ടയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ 5ൽ 6ലൊക്കെ വെച്ച് കണ്ട ഒരു ഡ്രീം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോളേജ് തന്നെ മാറി എന്നുള്ളതാണ്. അത് ഞാൻ അവിടെ കയറി വിത്തിൻ 1 ഇയറിനുള്ളിൽ തന്നെ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റി. എന്തായി, ഇന്റേൺഷിപ്പിനോ ഒരു ഓൺ ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി പോകാനായിട്ട് ഒരു 10 ദിവസം ട്രെയിനിങ്ങിന് പോകാൻ അവസരം കിട്ടി. അപ്പോൾ ചെന്നപ്പോഴാണ് അതിന്റെ മായിക ലോകവും അതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്നത്. അപ്പൊ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി, ഇവിടെ ജോലി കിട്ടി. അപ്പോൾ
അത് കഴിഞ്ഞപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ഒരു സിറ്റുവേഷൻ മാറുന്ന വെച്ചാൽ ഫാദർ വേറെ അപ്പച്ചൻ വേറൊരു റൈറ്ററായിട്ടൊക്കെ വർഷങ്ങളോളം വർക്ക് ചെയ്താണ്. അപ്പച്ചന് ഒരു പ്രാവശ്യം കുറെ ആൾക്കാർ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. കംപ്ലൈന്റ് കൊടുത്തു വെച്ചാൽ അദ്ദേഹം SSLC വിദ്യാഭ്യാസമുള്ളൂ, പക്ഷെ റൈറ്ററായിട്ട് 20 വർഷം ഒരേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പൊ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു വിഷമം, ഇയാൾ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് വേറെ ആർക്കും ഉപദ്രവം ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് ഇരിക്കാൻ പറ്റണില്ല എന്നൊരു വിഷമം കൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത് അങ്ങനെ SP ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ SP പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഓസ്റ്റിൻ അല്ല സോറി അഗസ്തീൻ, നീ ഇനി കുറച്ചാള് പോലീസിന്റെ പണി എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ എൻ്റെ ഫാദറിനെ സ്റ്റേഷനിലേക്ക് തട്ടി. അപ്പൊ ആ സ്റ്റേഷൻ തട്ടിയത് അവിടെ കൊടകര എന്ന് വെച്ചാൽ ഈ അപ്പോളോഡൈസ് ഇരിക്കുന്ന ഒരു റേഞ്ചിലാണ്. അദ്ദേഹം പിന്നെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് കാണുന്നു. സെക്യൂരിറ്റി ഓഫീസർ കാണാൻ വരുന്നപ്പോൾ അവരായിട്ട് പരിചയപ്പെടുന്നു. എൻ്റെ മോൻ ഇങ്ങനെ പോളിമർ പഠിച്ചിരിക്കുന്നതാണ്, ഇവിടെ അപ്രന്റീഷിപ്പ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ കയറുന്നു. അങ്ങനെ 1 വർഷം കഴിയുന്നു. അത് കഴിഞ്ഞ് 2 വർഷം പുറത്തു പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം പിന്നെയും അവരോട് സംസാരിക്കുന്നു. ആ ഒരു കെയർ ഓഫിലും SP എന്നെ കണ്ടൊക്കെ റെക്കമെൻഡ് ചെയ്യിപ്പിച്ച് ഫൈനലി എനിക്ക് അവിടെ ജോലി കിട്ടുന്നു. ഞാൻ അതിനകത്ത് കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ 0 എഫേർട്ട് എടുത്ത എൻ്റെ ഫാദർ അത്രയും അതിനെ എടുത്തില്ല. ഞാൻ ഒരിക്കലും ഫാദറിനോട് പറഞ്ഞില്ല എനിക്ക് അപ്പോളോ ഡൈസിൽ പോയിട്ട് ജോലി ചെയ്യണം. പക്ഷെ പുള്ളിക്ക് അറിയാം അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അറിയാവുന്നതുകൊണ്ടും ഒരു റെക്കമെൻഡേഷൻ ഒക്കെ പുറത്ത് നമ്മൾ അവിടെ കരുത്. ആ സമയത്തൊക്കെ അവിടെ വലിയ കൈക്കൂലിയൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ സ്വപ്നം കാണുന്നതും അതിനകത്ത് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുക, നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ ആ ഒരു ഇപ്പോൾ ഒരു അവാർഡ് മേടിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ അവാർഡ് മേടിക്കുമ്പോഴുള്ള സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് ഫീൽ കൊണ്ടുവരണം. ആ ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യണം. ഇപ്പോൾ ഒരു ജോലിയിലൊരു പ്രൊമോഷനാണോ, അല്ലെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടുന്നതാണോ, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടുന്നതാണോ, ആ 2 ലക്ഷം രൂപ കയ്യിൽ കിട്ടുമ്പോൾ ഒരു സന്തോഷം, ആ 2 ലക്ഷം രൂപ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് സഞ്ചരിക്കുമല്ലോ. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഞാൻ അവിടെ ട്രാവൽ ചെയ്യും, ഇവിടെ ട്രാവൽ ചെയ്യും, ഇത്ര പൈസ അങ്ങോട്ട് കൊടുക്കും, ചാരിറ്റി ചെയ്യും. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമ്പോൾ നമ്മള് ഈ ഫീലിംഗ് ആണ് ഒരു യൂണിവേഴ്സലിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫീലിംഗ് ആണ്. അപ്പൊ ഈ ഫീലിങ്സ് നമ്മുടെ ബോഡിയിലെ സെൽസിനെയൊക്കെ മാറ്റും. നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിനെ മാറ്റും. സ്വാമി മുകുന്ദൻസിന്റെ ഒരു ഇതുണ്ട്. ഈ സ്വാമി മുകുന്ദന്റെ ആശ്രമത്തിൽ വരുമ്പോൾ അദ്ദേഹം എല്ലാവരോടും ചോദിക്കും, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫീലിംഗ് ഗുഡ് ആൻഡ് ഫീലിംഗ് ഗോഡ്? ചോദ്യം മനസ്സിലായിരിക്കുന്നു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫീലിംഗ് ഗുഡ് ആൻഡ് ഫീലിംഗ് ഗോഡ്? ദൈവത്തെ ഫീൽ ചെയ്യുന്നതും നല്ലത് ഫീൽ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് അവസാന ആളുകൾ മറുപടി പറയാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പറയും, ദർ വുഡ് ബി ദെൻ എ സീറോ ഡിഫറൻസ്. ഒരു സീറോ ഡിഫറൻസ് ആണ് ഫീലിംഗ് ഗുഡും ഫീലിംഗ് ഗോഡും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ആർ ഓൺ റൈറ്റ് പാത്ത്. ഇപ്പം ബൈബിളില് ഉൽപ്പത്തി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഉൽപ്പത്തി. അപ്പൊ ആ ഉൽപ്പത്തി എന്ന് പറയുന്ന പുസ്തകം അതില് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവമാദിയില് ഫസ്റ്റ് ഡേ ഇന്നത് ചെയ്തു, സെക്കൻഡ് ഡേ ഇങ്ങനെ ചെയ്തു. ഈ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതില് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചു, അങ്ങനെ ലാസ്റ്റാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് 6-ാം ദിവസം. ഇതിൽ ഏറ്റവും രസം വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ ആ ഒരു വേർഡ് വായിക്കുമ്പോൾ ഓരോ ദിവസത്തെ സൃഷ്ടി കഴിയുമ്പോഴും അതിന്റെ അവസാനം ഒരു ഡയലോഗ് ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലതെന്ന് അവൻ കണ്ടു. അവൻ സൃഷ്ടിച്ചതൊക്കെ നല്ലതെന്ന് അവൻ കണ്ടു. ഇറ്റ്സ് ഗുഡ്. വാട്ട് എവർ ഹി ക്രിയേറ്റഡ് ഹി ഫീൽ അറ്റ് ഇറ്റ്സ് ഗുഡ്. അപ്പൊ നമ്മൾ ഫീലിംഗ് ഗുഡ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഫീലിംഗ് ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ തന്നെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ഒരു ഫീലിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് ഏറ്റവും നല്ലത് നമ്മളൊരു തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അതിനകത്ത് ഒരു സ്നേഹത്തിലാവാം. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ലവ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവം. അപ്പൊ അത് നമ്മൾ മനുഷ്യരോടാണെങ്കിലും മെറ്റീരിയലിനോടാണെങ്കിലും എന്തിനോടാണെങ്കിലും ഇഫ് യു ക്യാൻ ഫീൽ സം ലവ് വിത്ത് ദം ദെൻ ഇറ്റ്സ് ഗുഡ്. അപ്പൊ ആ ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു ഹാബിറ്റായിട്ട് മാറ്റണം. ഇപ്പം ഇതിനകത്ത് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു, ഞാൻ ഒരു സിമ്പിൾ ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അതായത് ഇപ്പം കുറെ പേർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പേടിയുള്ള ആൾക്കാരും, പ്രത്യേകിച്ച് 2 വീലർ എന്നാൽ ഓടിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ആളും, എന്തായാലും ഓടിച്ചേ പറ്റുള്ളൂ പക്ഷെ പേടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും പ്രത്യേകിച്ച് പറ്റുവാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ഇഷ്ടമുള്ളൊരു ബൈക്ക് കാണുകയും ആ ബൈക്കിലിരിക്കുന്നു വളരെ കംഫർട്ടായിട്ട് ഓടിച്ചു പോകുന്നതും ആളുകളെ കാണുമ്പോൾ ഒരു ടാറ്റയൊക്കെ കൊടുക്കുന്നതൊക്കെ ഒന്ന് കണ്ട്
സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് വീട്ടിലേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് വരുന്നു. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്, എന്നിട്ട് അതൊന്ന് ഫീൽ ചെയ്ത് നോക്ക്. ശരിക്കും നിങ്ങളൊരു ബൈക്കിലൊക്കെ പോകുമ്പോൾ ആ കാറ്റടിക്കുന്നതൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക. ആ ഒരു തണുപ്പ്, അല്ലെങ്കിൽ മഴ വരുമ്പോൾ കോട്ടിട്ട് ഓടിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഡെയിലി ഒന്ന് ഫീൽ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല പ്രോപ്പർ ബാലൻസ് ഉള്ളത്, വണ്ടി നമ്മൾ വളരെ ചിരിച്ചും കിടത്തിയൊക്കെ ഓടിക്കുന്നത്. യു ജസ്റ്റ് ഇമാജിൻ യുവർ സെൽഫ്. ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തത് പ്രോഗ്രാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫേ മാറും. ഇത് വളരെ എന്താ പറയാ, ന്യൂറോ പാത്ത് വേസിലൊക്കെ ഒത്തിരി ആളുകൾ ഇതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എത്ര പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഒരു സെറ്റ് ഓഫ് ആളുകളെ അവര് ഈ പിയാനോ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് ഇപ്പം ബാസ്കറ്റ് ബോൾ, ഈ ത്രോയിങ് ഉണ്ടല്ലോ, നമ്മൾ ബോള് ഡെസ്റ്റിനേഷനിലേക്ക് ത്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു ആളുകളെ, 3 ഗ്രൂപ്പ്. അതിൽ ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് പറഞ്ഞു ഡെയിലി 1 അവർ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവർ ഈ ബോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ത്രോ ചെയ്തതിനകത്ത് വീഴ്ത്തണം. അപ്പൊ ഈ ത്രോ ചെയ്യുന്ന സമയത്ത് അവരുടെ സക്സസ് റേറ്റ് നോക്കി. അതായത് ഇവരുടെ 3 ഗ്രൂപ്പിന്റെയും ത്രോയിങ്ങിലെ സക്സസ് റേറ്റ് നോക്കി. 10 ത്രോ ചെയ്തപ്പോൾ ഒരെണ്ണം വീണു, 2 വീണു, അതൊന്നും വീണില്ലേ. ഇത് ഇവര് പഠിച്ചു, ആദ്യം എഴുതിയെടുത്തു. ഇപ്പോൾ ഓസ്റ്റിൻ 10 ത്രോ 0 ടാർജറ്റ്, ഒരെണ്ണം പോലും വീണില്ല. അങ്ങനത്തെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു ഡെയിലി 1 അവർ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. കോർട്ടിൽ പോയിട്ട് ഡെയിലി 1 അവർ ഈ ത്രോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം, 1 അവർ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ 10 ഈ പറഞ്ഞ 10 പേരുടെ 3 ഗ്രൂപ്പിൽ ആദ്യത്തെ 10 പേര് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. രണ്ടാമത്തെ ഗ്രൂപ്പിനോട് പറഞ്ഞു ഒരു ദിവസം ഏറ്റവും ഫസ്റ്റ് ഡേ അവരോട് വന്ന് ത്രോയിങ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഇവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 10 ദിവസവും ബാക്കിയുള്ള 9 ദിവസവും നിങ്ങൾ മനസ്സിൽ ഈ ബോൾ ത്രോ ചെയ്യുന്നതും അത് കൃത്യമായിട്ട് അവിടെ വീടുന്നതുമായിട്ട് ഒന്ന് ഫീൽ ചെയ്യാൻ പറഞ്ഞു. ഇൻ ദ സെൻസ് വിഷ്വലൈസ് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. അതായത് ഞാനിങ്ങനെ ത്രോ ചെയ്യുന്നു, ആ ത്രോ ചെയ്യുന്ന ബോൾ അവിടെ ചെന്ന് വീഴുന്നു, അത് കറക്റ്റ് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നു, ആൾക്കാർ കൈയടിക്കുന്നു. ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറഞ്ഞു. അത് 1 അവർ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ലൈക്ക് എന്താ പറയാ, അവരുടെ ഒരു മറ്റു ആൾക്കാർ കളിക്കുന്ന സമയം ഇവർ റൂമിൽ ഇരിക്കുക, ഇവരൊരു സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കുക. ഈ 1 മണിക്കൂറും ദേ ജസ്റ്റ് വാണ്ട് ടു വിഷ്വലൈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ലൈക്ക് അത് കൃത്യമായിട്ട് അവിടെ ത്രോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യാൻ തോന്നും. 3ാമത്തെ ഗ്രൂപ്പിനോട് ഒന്നും ചെയ്യണമെന്ന് തോന്നും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിനുശേഷം ഈ 3 ഗ്രൂപ്പിനെയും ഇവര് ഒരു പഠനം നടത്തി. അപ്പൊ ഈ തുടങ്ങിയപ്പോൾ 10 0 ഉള്ളവരുണ്ട്, 1 ഉള്ളവരുണ്ട്, 2 ഉള്ളവരുണ്ട്, 3 ഉള്ളവരുണ്ട്. ഇവരുടെ ത്രോയിങ് ഒരു ഫൈനൽ, ഒരു മത്സരം പോലെ നടത്തി. ഈ മത്സരത്തിൽ കണ്ട റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കൂടിയ ആളെന്ന് വെച്ചാൽ 10 ദിവസവും 1 അവർ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുടെ തന്നെയാണ് അവരുടെ ത്രോയിങ് റേറ്റ് കൂടിയത്. പക്ഷെ ഇതിനകത്ത് സർപ്രൈസ് ചെയ്ത എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഡേ പ്രാക്ടീസ് ചെയ്യും 9 ദിവസം മെന്റലി പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുടെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെക്കാൾ ഒരു 5 to 10% അത്രേ കുറവുള്ളൂ. അതായത് നമ്മൾ ഒന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഒരു 60-70% അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെക്കാൾ ഒരു 5%-10% അത്ര ഡിഫറൻസേ ഉള്ളൂ. ഈവൻ ദോ വിത്തൗട്ട് പ്രാക്ടീസിങ് ദി ഗോട്ട് ദാറ്റ് സ്കിൽ. എങ്ങനെ ബ്രെയിനിൽ അത് കണ്ട് ശരീരത്തിൽ അത് ഫീൽ ചെയ്ത് അത് അവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാറ്റ് ഹാപ്പൻ ഇൻ ദെയർ ലൈഫ്. അപ്പം ഫീലിങ്സിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഫീലിങ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ ഒരു ഫീല് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇപ്പോഴേ നേടിപ്പോയത്. ലീവ് ഇൻ ദ പ്രസന്റ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലീവ് ഇൻ ദ പ്രസന്റ്. എങ്ങനെയാണ് ലീവ് ഇൻ ദ പ്രസന്റ്? ഫ്യൂച്ചറിൽ സംഭവിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ പോലും യു ലീവ് ഇൻ ദ പ്രസന്റ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് ഓൺലി വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അപ്ലിക്കബിൾ ഫോർ പോസിറ്റീവ് തിങ്സ് ആൻഡ് നെഗറ്റീവ് തിങ്സ്. അതാണ് ഇതിനകത്ത് ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള പാട്ട്. എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം, നെഗറ്റീവായ കാര്യങ്ങൾക്ക് ഓൾറെഡി അപ്ലൈഡ് ആണ്. അപ്പൊ എന്ത് പറ്റും? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് തിരിഞ്ഞു കഴിയുമ്പോൾ ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോറ്റതാണ്, ഈ പ്രാവശ്യം ഞാൻ തോക്കും. ദൈവമേ ഞാനിത് ട്രൈ ചെയ്യും, കിട്ടൂല, എനിക്ക് സങ്കടമാവും, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ച് ആ ചിന്തിക്കുന്നതിനും റിയൽ പവർ ഉണ്ട്, ആ ചിന്തയും പവർഫുൾ ആണ്. സോ നിങ്ങൾക്ക് അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങളുടെ മനസ്സുകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നെങ്കിൽ നിർത്തിയിട്ട് ഒരു ന്യൂട്രൽ മൈൻഡിലേക്ക് വരാം. പതിയെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പതിയെ ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു ഫീലിങ്സ് ആയിട്ട് മാറ്റുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും.
സോ ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താണ്. താങ്ക് യു സോ മച്ച്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ഇതിലും ക്ലാരിറ്റിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഔട്ട് ഈസ് ശ്രീഷ്മ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്താ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന്. പക്ഷെ ചില സമയത്ത് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പൊ പർപ്പസ്ഫുള്ളി നമ്മളത് ഷിഫ്റ്റ് ചെയ്തിട്ട് നന്നായി ചിന്തിക്കുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഒരു ലൈഫിൽ അപ്ലൈ ചെയ്തത് ഞാൻ പറയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എസ്കലേഷൻ വരുമായിരുന്നു ഓഫീസിൽ. അപ്പൊ എൻ്റെ പേര് ഇങ്ങനെ എപ്പോഴും കേട്ടോണ്ടേയിരിക്കും. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന 2 അക്കൗണ്ടും എപ്പോഴും എസ്കലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടും ആണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ സ്വന്തം പറഞ്ഞു, എന്റെ പേര് എത്ര ലെവലിലേക്ക് വേണേലും പോട്ടെ, നിങ്ങളുടെ ആരുടെയും പോകുന്നില്ലല്ലോ, ഒന്നുമില്ലെങ്കിലും വൈസ് പ്രസിഡന്റ് എന്റെ പേരെങ്കിലും അറിയുന്നില്ല, അല്ലെ ജനറൽ മാനേജർക്ക് അറ്റ്ലീസ്റ്റ് ശ്രീഷ്ണ എന്ന് പറഞ്ഞ ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാന്ന് അറിയാലോ എന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് 5-6 മാസം ഞാൻ ആ അക്കൗണ്ടിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ഏകദേശം എന്നെ അറിയാം. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്റെ മാനേജറിന്റെ അടുത്തേക്ക് പോകാതെ അവർക്ക് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് അപ്ഡേറ്റ് ചോദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നാ പോസിറ്റീവായിട്ട് ചിന്തിച്ചത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും ക്രോസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരാം, അതിന്റെ അപ്ഡേറ്റ് എന്താന്ന് ചോദിക്കാം, അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കാം. എനിക്കും ആ ഒരു പേടി മാറി. നേരത്തെ അവരുടെയൊക്കെ പേര് കേൾക്കുമ്പം ഒരു ഷിവറിങ് ഉണ്ടായിരുന്നു, അത് മാറിയിട്ട് ഇപ്പൊ അതൊരു നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാറി. അപ്പൊ ഞാനന്ന് അങ്ങനെ ഒരു തോട്ട് കൊടുത്തത് കാരണം ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് പറയാനായി മറ്റംഗങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. സത്യം പറഞ്ഞാൽ പലതും നമ്മൾ ചിന്തിക്കാത്തൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ ഏതോ കാലത്ത് ഇതൊക്കെ ഓർത്തിരിക്കണം, ഈ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ടാവണം. കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ ഈ താജ്മഹലിനെ കുറിച്ച് നമ്മുടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പൊ വെറുതെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ അവിടെ നടക്കുന്നതും ഒക്കെ അന്ന് അറിയില്ല, 7-ഓ 8-ലോ പഠിക്കുന്ന സമയം, 8-ാം ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അവിടെ പോകാൻ, പിന്നെ ഞാൻ അങ്ങ് മറന്നു, കാരണം ജീവിതത്തിൽ അവിടെ പോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ എന്തോ ഉണ്ടായി. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ആ 8-ാം ക്ലാസ്സിൽ ഇരുന്ന് ഞാൻ കണ്ടതൊക്കെ അല്ലേ ഞാനിപ്പോ ഇവിടെ കാണുന്നത്. കാരണം എനിക്ക് അവിടെ എല്ലാം പരിചയമുള്ളത് പോലെ തോന്നി. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ. ഇപ്പൊ സാറ് പറഞ്ഞപ്പോ ഞാൻ അതൊക്കെയാ ഓർത്തത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. പക്ഷെ ഏറ്റവും എനിക്കിത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതിരിക്കുക, നടന്നില്ലെങ്കിലും സാരമില്ല, ന്യൂട്രൽ അടിച്ചു പോവുക, അതാ ഇപ്പൊ ഞാൻ മനസ്സിലെടുത്തത്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. മാജിക് മോണ്. സാറേ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ സാറിന് ഇന്നത്തെ ക്ലാസ്സിൽ ഫീലിംഗ് പറയുന്നത്, ഞാൻ മുമ്പൊരു ഷോപ്പിൽ വേറെ ആളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു. അപ്പൊ അതിന് ശേഷം അന്ന് ഫീൽ ചെയ്തിരുന്ന ഒരു സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങണം, അതിനെ പറ്റിയുള്ള ഇമേജ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഫീൽ ചെയ്ത് ഇപ്പൊ എന്തായി, ഇപ്പൊ ഒരു വർഷമായി, ഒരു ഷോപ്പായി. ഇപ്പൊ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഫീൽ ചെയ്യും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയപ്പോ എന്തായി, നല്ലൊരു ചേഞ്ചിങ് വന്നെടുക്കും. നല്ല അഭിപ്രായമാണ് ഇപ്പൊ പറയുന്ന ആളുകൾ കസ്റ്റമേഴ്സിന്റെ. അപ്പം ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇനി തുടർന്നിട്ടും ഇതുപോലത്തെ ഒരു പരിപാടികൾ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. ഇനിയും നല്ല ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം തുടർന്നുണ്ടായിരിക്കണം ഇത്രയും ക്ലാസ്സുകളൊക്കെ. താങ്ക് യു. നല്ല താങ്ക് യു ക്ലാസ്. സർ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. നന്നായിരുന്നു സർ, വളരെ നന്നായിരുന്നു. സാറ് പറഞ്ഞ മാതിരി ഈ ഫീലിങ്സ് തന്നെയാണ് എല്ലാം. ഫീലിംഗ് ഗുഡ് മീൻസ് ഫീലിംഗ് ഗോഡ് ആണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഈ ഫീലിങ്ങിനുള്ളത്. അപ്പൊ നമ്മൾ ചിന്തകളും വാക്കുകളും ഒക്കെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ തന്നെ ഫീലിംഗ് ഇല്ലെങ്കിൽ ശരിക്കും അതിന്റെ ഒരു ഫുൾനെസ് വരില്ല. അപ്പൊ നമ്മൾ ഫീലിംഗ് ആണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതിലേക്ക് എത്താണ്. അപ്പൊ അത് നമ്മളെ ശരീരത്തിലേക്കാണ് നമ്മളത് ഫീൽ ചെയ്യുന്നുള്ള. അപ്പൊ നമ്മൾ സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്ന സമയത്തെല്ലാം നമ്മളെ ബോഡി കൈകാല് വിറയ്ക്കലും രോമാഞ്ചം ഉണ്ടാകലും അങ്ങനെ തന്നെ കണ്ണു നിറയലും അങ്ങനെയുള്ളത് വരുന്നതാണ്. അപ്പൊ നമ്മൾ നാളത്തെ ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് ഇന്ന് കാണാൻ പറ്റിയാൽ അത്
നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാലും അത് നമുക്ക് സാധിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ എന്തും നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പ്രസന്റ് മൂമെന്റിൽ നമ്മൾ ജീവിക്കാനും അത് അനുഭവിച്ച് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്, അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്രയും കണ്ടുപിടുത്തങ്ങളും വലിയ വലിയ നമുക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നല്ലൊരു സെക്ഷൻ ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വേറെ ആരും? ഷീല മാം ഓസ്റ്റിൻ സാർ കേൾക്കാമോ? കേൾക്കാൻ പറഞ്ഞോളൂ. ഓക്കെ സാറേ, സാറ് കുറെ ക്ലാസ്സുകളായിട്ട് കുറെ എപ്പിസോഡായിട്ട് ഞങ്ങളെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ മാക്സിമം സാറ് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും അത് കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നല്ല രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലായി. സാറിന്റെ ഓരോ ക്ലാസ്സും എത്രമാത്രം സിമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി തന്ന് നമ്മളിൽ ആ ഫീലിംഗ് കൊണ്ടുവരുന്നു എന്നുള്ളത് മനസ്സിലായി. ഇപ്പം വിഷ്വലൈസേഷന് കുറച്ചുകൂടെ ക്ലാരിറ്റി ഈ ഫീലിംഗിലൂടെ കിട്ടി. ഓക്കെ സാറേ, നല്ലൊരു ക്ലാസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു. ശ്രീഷ്മ, വേറെ ആരില്ലെങ്കിൽ നമുക്ക് നിർത്താം. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? 6:30 ആയി, അല്ലേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എനിവേ താങ്ക് യു ഓസ്റ്റിൻ സാർ, താങ്ക് യു സോ മച്ച്. ഇന്ന് ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു, ബൈ. താങ്ക് യു ഓസ്റ്റിൻ താങ്ക് യു. സാർ. താങ്ക് യു. Thank you.